ഹലോ, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ മനോഹരമായൊരു 3 BHK വീടിൻ്റെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതും 2000 സ്ക്വയർ ഫീറ്റിൽ 3 BHK നല്ല സ്പേഷ്യസായി നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. ഇങ്ങനെ ചെയ്താൽ ദിവസവും ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഏതാണ്ട് 4.5 സെൻറ്റിനടുത്ത് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു ലൊക്കേഷനിൽ ഏതൊരു ഭാഗത്തേക്കും ഈസിയായി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് എറണാകുളം ടൗണിലേക്കും കാക്കനാട് ഇൻഫോ പാർക്ക് ഏരിയയിലേക്കും മാത്രമല്ല എടപ്പള്ളിയിലേക്കും കൂടാതെ നമുക്ക് ആലുവ ഭാഗത്തേക്കും കളമശ്ശേരി ഭാഗത്തേക്കെല്ലാം നല്ല ഈസിയായി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്ക് കാക്കനാടിന് സമീപം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് സമീപത്തായിട്ടാണ് ഈ വീട് വരുന്നത്. ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏതാണ്ട് ഒരു 6-6.5 കിലോമീറ്റർ മാത്രം ദൂരവും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വെറും 500 മീറ്റർ മാത്രം ദൂരവും കളമശ്ശേരി ടൗണിലേക്ക് ഏതാണ്ട് ഒരു 2.5 കിലോമീറ്റർ ദൂരം, എടപ്പള്ളിയിലേക്ക് 6 കിലോമീറ്റർ ദൂരവും ആലുവയിലേക്ക് ഏതാണ്ട് ഒരു 6-6.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് വരുന്നത്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഒരു 18-19 കിലോമീറ്റർ ദൂരം വരുന്നുണ്ട്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് ഈ വീടിന് നൽകിയിരിക്കുന്നു. നല്ലൊരു വലിപ്പത്തിലുള്ള ഗേറ്റാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തായി 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയിരിക്കുന്നു. അതും വലിയ കാർ തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു കവേർഡ് കാർ പാർക്കിംഗ്, ഒരു ഓപ്പൺ കാർ പാർക്കിങ്ങുമാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. മനോഹരമായൊരു കൊളോണിയൽ എലിവേഷനിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ ഫ്രണ്ട് എലിവേഷൻ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. നല്ല വീതി കൂടിയ ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയ റോഡ് ഫ്രണ്ടേജായാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഏതൊരു വലിയ വാഹനവും നമുക്ക് ഈസിയായി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് വരുന്നത്. ചുറ്റും വീടുകളെല്ലാം ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. വീണ്ടും മുൻവശത്തായി കടുപ്പാക്കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും വച്ച് നൽകുന്നതാണ്. മനോഹരമായ ഈ മുറ്റം നല്ല സ്പേഷ്യസോടുകൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. വീണ്ടും ഫ്രണ്ട് ബീമുകളിലെല്ലാം ഗ്ലാഡിങ് സ്റ്റോണെല്ലാം നൽകി നല്ല ഭംഗിയിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സെറ്റ് ബാക്കോടുകൂടി തന്നെയാണ് വീടിൻ്റെ സൈഡ് വശങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു സീറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഗ്ലോസി ഫിനിഷുള്ള ബ്ലാക്ക് കളർ ഗ്രാനൈറ്റാണ് സീറ്റ് ഔട്ടിനായി നൽകിയിരിക്കുന്നത്. വീടിൻ്റെ മുൻവശം നല്ല ഭംഗിയിൽ മനോഹരമാക്കിയിരിക്കുന്നു. മുൻവശത്തെ ഡോറ് മനോഹരമായ രീതിയിൽ തന്നെ ഒരു പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. തേക്ക് മരത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് അകത്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസോടുകൂടി തന്നെ ഒരു ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് വീടിൻ്റെ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ പഴയ തറവാടുകൾ പോലെ പഴയ ട്രഡീഷണൽ വീടുകളെ ഓർമ്മിപ്പിക്കും വിധമാണ് ഇവിടുത്തെ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് വളരെ മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്നു. ധാരാളം ഷെൽഫുകളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്കിനി ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ഒന്ന് കാണാം. ഡൈനിങ് സ്പേസും ലിവിങ് സ്പേസും തമ്മിൽ മൾട്ടിവുഡിൽ തന്നെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. ഡൈനിങ് സ്പേസിലേക്ക് കിടന്ന വലിയൊരു ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ നമുക്കിവിടെ യൂസ് ചെയ്യാം. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഇവിടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി പ്രത്യേക ഷെൽഫുകളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇൻവെർട്ടർ യൂണിറ്റ് എല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ ആണത്. ഈ ഒരു ഭാഗം നമുക്ക് വാഷ് ബേസിനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നല്ല മനോഹരമായൊരു വാഷ് ബേസിൻ ഒതുങ്ങിയ രീതി നല്ല ഭംഗിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഹാൻഡ് മെയ്ഡ് വാഷ് ബേസിനാണ് ഗോൾഡൻ കളർ തന്നെ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൺ സൈഡിലേക്ക് പോയാൽ ഓപ്പൺ കിച്ചണാണ് നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡിൽ മനോഹരമായ രീതിയിൽ കിച്ചൺ കൗണ്ടറുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കിച്ചൺ കൗണ്ടറിൽ ലഭ്യമാണ്.
ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയ കിച്ചണാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ധാരാളം കബോർഡ് വർക്കുകൾ വളരെ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഇലക്ട്രിക് ചിമ്മിനി നൽകിയിരിക്കുന്നു. മാത്രമല്ല ബ്ലാക്ക് കളർ ഗ്ലോസി ഗ്രാനൈറ്റാണ് കിച്ചൺ ടോപ്പിനായി ഉപയോഗിച്ചിരിക്കുന്നത്. വലിയൊരു റെഫ്രിജറേറ്റർ യൂണിറ്റ് വയ്ക്കാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്. നല്ല സ്പേഷ്യസോടുകൂടി തന്നെയാണ് ഈ വർക്ക് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. വലിയ വർക്കിംഗ് ടേബിൾ, കബോർഡ് വർക്കുകൾ ഇതെല്ലാം ഇവിടെ ലഭ്യമാണ്. ഇവിടുത്തെ വാട്ടർ സോഴ്സിനായി നൽകിയിരിക്കുന്ന KWA കണക്ഷനുമാണ്. 24 അവേഴ്സും വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ബെഡ്റൂമുകളിലേക്ക് പോയാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു കിങ് സൈസ് ബെഡ് ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. വാൾഡ്രോബ് സൗകര്യം ലഭ്യമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ ബാത്റൂമുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയാൽ സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസ് തന്നെ നൽകിയിരിക്കുന്നു. ഈ സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഗ്ലോസി ഫിനിഷിൽ നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായി ടഫൻ ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീലും നൽകിയിട്ടുണ്ട്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകിയിരിക്കുന്നു. വാളുകളിൽ പർഗോളകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ലിവിങ് വരുന്നത്. 2 ബെഡ്റൂമുകളാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം ഒന്ന് കാണാം. നല്ല സ്പേഷ്യസോടുകൂടി തന്നെ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡോറുകളെല്ലാം ആഞ്ഞിലി മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. LED വാം ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിരിക്കുന്നു. വലിയൊരു വാൾഡ്രോബ് സൗകര്യം നമുക്കിവിടെ ലഭ്യമാണ്. മിറർ യൂണിറ്റ് നൽകിയിരിക്കുന്നു. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല നീളത്തിലൊരു ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. എക്സോസ്റ്റ് സൗകര്യം ലഭ്യമാണ്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം, 3rd ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. വലിയൊരു വാർഡ്രോബ് സൗകര്യമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ബാത്റൂം സൈഡിലേക്ക് പോയ മനോഹരമായൊരു ബാത്റൂം നല്ല സ്പേഷ്യസ് കൂടി തന്നെ ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ ബാൽക്കണിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സീലിങ്ങുകളിൽ ലൂവേഴ്സ് എല്ലാം നൽകി നല്ല സിലിണ്ടർ ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഹാൻഡ് റെയിലിനായി ടഫൻ ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. 3 ബെഡ്റൂമുകൾ കൂടാതെ ഒരു സ്റ്റഡി റൂം അല്ലെങ്കിൽ ഒരു ഓഫീസ് റൂം വേണമെങ്കിൽ യൂട്ടിലിറ്റി റൂമായി തിരഞ്ഞെടുക്കാവുന്ന ഒരു റൂം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ നിന്നാണ് ടെറസിലേക്കുള്ള സ്റ്റെയർകേസും നൽകിയിരിക്കുന്നത്. നല്ലൊരു പ്രീമിയം ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബസ് സ്റ്റോപ്പെല്ലാം അടുത്ത് തന്നെയുണ്ട്. ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ 4.5 സെൻറ്റിനടുത്ത് ഒറിജിനൽ ലാൻഡ്, 2000ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു ഓഫീസ് റൂം അല്ലെങ്കിൽ സ്റ്റഡി റൂം അല്ലെങ്കിൽ യൂട്ടിലിറ്റി റൂമായി തിരഞ്ഞെടുക്കാവുന്ന വീട്ടിലൊരു റൂമുമായി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 96 ലക്ഷം രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.